ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ നമ്മുടെ ജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയുടെ വെമ്പല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞതുപോലെ, പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ആത്മാവി വ്യാപരിച്ചതുപോലെ ദൈവസാന്നിധ്യം നമ്മളിലേക്ക് നിറയപ്പെടുവാൻ സ്വർഗസ്ഥനായ തൻ പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടത് അവിടുത്തെ ഹൃദയത്തിലൂടെയാണ്. അവസാനത്തെ തുള്ളി സ്നേഹം പോലും, ജീവൻ പോലും നമുക്ക് വേണ്ടി നൽകിയ പിതാവിൻ്റെ അനന്തമായ സ്നേഹമാണ് പുത്രനിലൂടെ പ്രകടമായത്. ആ സ്നേഹത്തോട് ഞാൻ നല്ലിടയനാണ്, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അതാണ് സ്നേഹമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ജീവൻ കൊടുത്തുള്ളൊരു സ്നേഹം, അതാണ് ദൈവിക സ്നേഹം. നമുക്കും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളെ പോലെ ദൈവസന്നിധിയിൽ സ്വജീവൻ കൊടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളോട് ചേർന്ന് ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ഈ ക്രിസ്തു സ്നേഹം, യേശുവിൻ്റെ സ്നേഹം വ്യാപരിക്കപ്പെട്ടപ്പോൾ സ്വജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ രക്തസാക്ഷികളോട് ചേർന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ കൃപയാൽ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സമൂഹത്തെ മുഴുവൻ കർത്താവേ നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം വ്യാപരിക്കപ്പെടട്ടെ. സൗഖ്യമായി, സമാധാനമായി, അനുഗ്രഹമായി ദൈവത്തിൻ്റെ ജീവൻ എല്ലാ മക്കളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒരു 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ. ജീവനേകുമാത്മാവേ, പുതുജീവിതമേകുമാത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകുമാത്മാവേ, പുതുജീവിതമേകുമാത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി
അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. തീയായി മാറ്റണമേ. രോഗബാധകളെല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്മേലുള്ള കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗാരൂപികളും ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സൗഖ്യം, യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ കൃപ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് ജീവിതത്തിന്റെ തടസ്സങ്ങള്, പരാജയങ്ങള്,
ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ജീവിതത്തിൽ നടന്നു പോകുവാൻ കർത്താവിന്റെ പരിശുദ്ധമായ രക്തം ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. പടയാളികളിൽ ഒരുവൻ വന്ന് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി അവിടുന്ന് രക്തവും ജലവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സാക്ഷ്യം സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തടസ്സങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, എല്ലാ പ്രയാസങ്ങളിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക്, തകർച്ചകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, പീഡകളിലേക്ക്, വ്യാധികളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തം വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ ബലഹീനതകളിലേക്ക് ശക്തി പകരുന്ന തമ്പുരാന്റെ സ്നേഹം നമ്മുടെ ശരീരത്തിന്റെ ബലക്കുറവുകളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാ ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയില്ല. യെശയ്യാ പ്രവാചകനിലൂടെ അരുളിച്ചെയ്ത കർത്താവിന്റെ വചനം നമ്മുടെ ശരീരത്തിന്റെ മേൽ പൂർത്തീകരിക്കപ്പെടുവാൻ, നിവൃത്തിയാകുവാൻ, അഭിഷേകം ചെയ്യപ്പെടുവാൻ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശോയെ, വചനശക്തിയാൽ, ആത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ എൻ്റെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നെ ബലഹീനതകളിലേക്ക് നയിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ വിലാപ്പുറന്ന് ഒഴുകിയിറങ്ങിയ ദൈവിക ജീവനാൽ, ആ ദൈവിക ശക്തിയാൽ കർത്താവെ എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഒറ്റക്കണ്ണനായൊരു പടയാളിയാണ്, ബലഹീനനായൊരു മനുഷ്യൻ കുന്തമെടുത്ത് അവിടുത്തെ പാർശ്വത്തിൽ കുത്തി. അവിടുന്ന് രക്തവും ജലവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യം സത്യമാണ്. ഒറ്റക്കണ്ണനായ ലുങ്കിനോസിന്റെ കണ്ണുകളിലേക്ക് യേശുവിന്റെ ശക്തി വിലാപ്പുറന്നൊഴുകിയ ദൈവിക സ്നേഹം വ്യാപരിച്ചപ്പോ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ബലഹീനതകളിലേക്ക്, എൻ്റെ കുറവുകളിലേക്ക്, എൻ്റെ ഇല്ലായ്മകളിലേക്ക്, എൻ്റെ തകർച്ചകളിലേക്ക്, എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം ഒഴുകി ഇറങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ അഭിഷേകമാണ് അവിടുത്തെ വിലാപ്പുറന്നൊഴുകിയ ദൈവിക ജീവൻ. ആ ഉടമ്പടിയുടെ രക്തമാണ്. ആ രക്തത്തോട് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ സ്നേഹമാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നതെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഓരോ ബലിപീഠത്തോടും ഓരോ ബലി അർപ്പണത്തോടും ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കാൽവരി സ്നേഹം നമ്മളിലേക്ക് പെയ്തുറങ്ങുകയും, ആ സ്നേഹമാണ് ലുങ്കിനോസിന്റെ കണ്ണുകളെ തുറന്നു കൊടുത്തതെങ്കിൽ ആ കണ്ണ്, നമ്മുടെ കണ്ണുകളെ, അന്ധമായ കണ്ണുകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ അവിടുന്ന് മാറ്റിമറിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് അവിടുത്തെ വിലാപ്പുറന്ന് ഒഴുകി ഇറങ്ങിയത്. ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയുടെ അഭിഷേക രക്തം നമ്മുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മക്കൾ പ്രാർത്ഥിച്ച് ഓരോ ബലി അർപ്പണത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം, ആ സാന്നിധ്യത്തിലൂടെയാണ് ഓരോ ദൈവവൈതലും സൗഖ്യം പ്രാപിക്കപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മഹനീയമായ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് നമ്മുടെ ശരീരത്തെ, കർത്താവിന്റെ ആ സാന്നിധ്യത്തിന്റെ ശക്തി ഉയർപ്പിലേക്ക്, ഉത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ജീവൻ
കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിലുടനീളം എല്ലാ കോശങ്ങളിലേക്കും വ്യാപരിക്കപ്പെടുവാനും എല്ലാ രോഗാവസ്ഥകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബന്ധനങ്ങൾ, കെട്ടുകൾ എല്ലാം അഴിഞ്ഞു മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ കരുണയായിരിക്കണമേ ഈ സമൂഹത്തോട്, ഇവിടെ ആയിരിക്കുന്ന വ്യക്തികളോട്, പാപികളും ബലഹീനരുമായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോട് കർത്താവെ അവിടുന്ന് കരുണ കാണിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. അവിടുത്തെ കാരുണ്യമാണ് ഞങ്ങളെ ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. പാപികളാണ്, അയോഗ്യരാണ്, അശുദ്ധരാണ്. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യത ഞങ്ങൾക്കില്ല. അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവും അവിടുത്തെ ആത്മാവും അവിടുത്തെ ജീവനുമാണ് ഞങ്ങളെ നിലനിർത്തുന്നുള്ള വിശ്വാസത്തോടെ കരമുയർത്തിപ്പിടിച്ച് നമുക്ക് സ്വരമുയർത്തി ആ നസ്രായനായ യേശുവിനെ നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ ബലഹീനനാണ്, രോഗിയാണ്, പാപിയാണ്, അന്ധനാണ്, കുഷ്ഠരോഗം പിടിച്ചവനാണ്. ഈശോയെ രക്തസ്രാവക്കാരിയാണ്. ഈശോ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ബലിപീഠത്തിൽ ഒഴുകിയിറങ്ങുന്ന നിത്യജീവന്റെ അഭിഷേകത്താൽ എന്നെ പാപക്കറകള്, പാപമാലിന്യങ്ങള് നീക്കിക്കളഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒരേ സ്വരത്തില്, ഒരേ ആത്മാവിന്റെ നിറവില് നമുക്ക് ഒന്ന് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടും. ഒരു ശരീരത്തിലും ഒരേ ആത്മാവിലും ഒരേ ജീവനിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിലായിരുന്നു കൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി. യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരുരക്തം. അഭിഷേകരക്തം. യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരുരക്തം. അഭിഷേകം. യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരുരക്തം. അഭിഷേകം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. കരമുയർത്തി അടിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി. ഈശോ കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് നമുക്ക് വേണ്ടി ഇരു കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പാപികളായ നമുക്ക് വേണ്ടി കരമിഴിച്ച് ഈശോ കാൽവരിയുടെ നെറുകയില് മരക്കുരിശു കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു. എങ്കിൽ നമ്മുടെ കരങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുത്രന്റെ യോഗ്യതയോടെ നമുക്ക് ഒന്നു ചേർന്ന് പുത്രസ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അവിടുത്തെ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട്, ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവമക്കളാക്കി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. കെട്ടുകൾ അഴിയിട്ട് നാവിന്റെ കെട്ടുകള്, ശരീരത്തിന്റെ ബന്ധനങ്ങള്
പാപത്തിന്റെ കെട്ടുകള്, ശാപത്തിന്റെ ബന്ധനങ്ങള്, പൈശാചിയുടെ കെട്ടുകള്, പൈശാചിയുടെ ബന്ധനങ്ങള്, അന്ധകാരത്തിന്റെ കെട്ടുകള്, അന്ധകാര ബന്ധനങ്ങള്, അശുദ്ധിയുടെ കെട്ടുകള്, അശുദ്ധിയുടെ ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അയോഗ്യത്തിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, അശുദ്ധിയിലേക്ക് നയിക്കുന്ന, അവിവേകത്തിലേക്ക് നയിക്കുന്ന എല്ലാ അശുദ്ധാരൂപികളും പൈശാചിക സേനകളും അവയുടെ വ്യൂഹങ്ങളും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് വന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, കർദ്ദിനാൾ സംഘത്തിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് യേശു നാമത്തില് ഞങ്ങൾ ഒന്നു ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് യേശു നാമത്തില് ബന്ധിക്കുന്നു. കുരിശിഞ്ചോട്ടിലേക്ക് ബഹിഷ്കരിച്ചിരിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. ചേർന്ന് പാടാം. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചു. വലിയ വിടുതൽ ഈശോ തരുന്നുണ്ട്, വലിയ സൗഖ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേക രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, സൗഖ്യത്തിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, സമാധാനത്തിന്റെ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, പാപമോചനത്തിന്റെ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേക രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അനേക മക്കൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, നസ്രായനെ വിളിച്ച് ആ ഹൃദയത്തിലെ സ്നേഹം സ്വീകരിച്ച് മക്കളെ വിലാപ്പുറത്തൊഴുകിയ ദൈവിക സ്നേഹമാണ് പടയാളികൾ ഒരുവൻ സ്വീകരിച്ചതെങ്കിൽ അവന്റെ അന്ധമായ കണ്ണുകൾ തുറക്കപ്പെട്ടു എങ്കിൽ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുമ്പോ അന്ധനായ യാചകന്റെ കണ്ണുകൾ തുറന്നു എങ്കിൽ ഞാനും നിങ്ങളും മിശിഹായെ വിളിക്കുമ്പോ, യേശുവിനെ വിളിക്കുമ്പോ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? ഈശോയെ
നന്ദി. യേശുവേ ആരാധന. നമുക്ക് ശാന്തമായിട്ടിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ സ്നേഹം ഇന്നും നമ്മളിലേക്ക് സൗഖ്യമായിട്ട്, അനുഗ്രഹമായിട്ട്, വിടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുക. ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ തിമിരം ബാധിച്ചിട്ട് കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആ ഓപ്പറേഷനുള്ള ആ അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് മനസ്സ് സമ്മതിക്കില്ല, ഭയം ഉള്ളിൽ. അതുകൊണ്ട് 6 മാസം മുമ്പ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതോ, ഓപ്പറേഷൻ ചെയ്യേണ്ടതോ. വീണ്ടും ഒരു 6 മാസം കൂടെ കഴിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ഓപ്പറേഷന് പോകുന്നതിൻ്റെ തലേ ദിവസം കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ആ സഹോദരി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് ഈ സഹോദരി ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ കണ്ണിൽ കത്തി വെക്കാനായിട്ട് അനുവദിക്കരുത്, എന്നെ സുഖപ്പെടുത്തണേ എന്നൊക്കെ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കിയൊക്കെ പ്രാർത്ഥിച്ചു പോയി. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ നോക്കുമ്പോൾ ആ കണ്ണിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കർത്താവ് ഈ ആലയത്തിൽ വെച്ച് ആ സഹോദരിക്ക് കാഴ്ച കൊടുത്തു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം ഈശോ നിങ്ങളുടെ സമീപത്തുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശത്രുക്കളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാനായി, അതിന് ശക്തി പകർന്നു തരാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ കാഴ്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഈ രോഗാരൂപിയെ നിങ്ങളുടെ ശരീരത്തിൽ നശിപ്പിച്ച് കളയുവാൻ ശക്തി പ്രദാനം ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് ഈ പാളയത്തിലൂടെ, യേശു ഈ ദേവാലയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, ഓരോരുത്തരെയും സുഖപ്പെടുത്തുവാൻ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? സർവശക്തിയോടെ ഒന്ന് വിളിക്കാമോ? ഇത്രയും പോരാ, നമ്മുടെ സ്വരം ഇതൊന്നും പോരാ. വിളിച്ച് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ വിളി. അതുകൊണ്ട് ഈശോയുടെ സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമാണ്. ആത്മാർത്ഥമായിട്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് കർത്താവ് കാരണം വരും. നമുക്ക് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ദൈവം പറയുക, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തുമെന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ്. ദൈവം തന്നെ നമ്മളെ കണ്ടുപിടിച്ച് അവിടുന്ന് തന്നെ നമ്മളെ സുഖപ്പെടുത്തുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവരിക, ദൈവമാണ് കൊണ്ടുവരുന്നത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് ദൈവം തന്നെ നയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കണ്ടുപിടിച്ച് നിങ്ങളെ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തു തരുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഓരോ ഹല്ലേലൂയ പറയുമ്പോൾ ആരെ മഹത്വപ്പെടും? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓരോ അനുഗ്രഹങ്ങൾ വരുന്ന ആരിലൂടെയാ? യേശുവിലൂടെയാ. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി നിങ്ങളിലേക്ക് കടന്നു വരിക. ആ ശക്തിയാണ്, ആ ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്നത്. വചനം കേൾക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹം. നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരുമോ? അതുകൊണ്ട് വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജമാലയിൽ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു, ജമാലയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ ബലി അർപ്പിച്ചു. ആ ക്രിസ്തു സാന്നിധ്യം ശരീരവും രക്തവും ആത്മാവും ജീവനും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു. എന്നിട്ട് ആ വചനമാകുന്ന ദൈവത്തെ നമ്മൾ ദൈവസ്വരം കേൾക്കുകയാണ്. ആ ദൈവസ്വരം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കപ്പെടും. ആ വചനത്തിലൂടെ തന്നെ ദൈവം തൻ്റെ സൗഖ്യം, അനുഗ്രഹം ഒരു വ്യക്തി ജീവിതത്തിൽ പ്രദാനം ചെയ്യും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വീണ്ടും എസെക്കിയേൽ പറയുക, ആടുകൾ ചിതറിയപ്പോൾ ഇടയനവയെ അന്വേഷിച്ചിറങ്ങും. ഒരു വീട്ടിലെ ആളുകൾ പല സ്ഥലത്തോട്ട് പോവുക. വിശ്വാസം നഷ്ടപ്പെട്ട് പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ
ഇടയൻ ആടുകളെ അന്വേഷിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമെന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാക്കളെ ഓർമ്മപ്പെടുത്തുകയും, ചിതറിക്കിടക്കുന്നതിനെ കൂട്ടിച്ചേർക്കുവാൻ, ഒരുമിപ്പിക്കുവാൻ, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുവാൻ, അവരെ ദൈവമായ കർത്താവിനെ ആരാധിപ്പിക്കുവാൻ തക്കവിധം അവരെ ഒരുമിച്ച് കൂട്ടുവാനും ശക്തിപ്പെടുത്തുവാനും അവിടുന്ന് പ്രവാചകന്മാരെ അന്ന് അയച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തേ? ചിതറിപ്പോയ ആടുകളെ അന്വേഷിച്ച് ഇടയൻ എന്നതുപോലെ കർത്താവ് ആ ചിതറിപ്പോയ ജനത്തെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ദൈവം വരിക. ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇതിൽ അനുഗ്രഹമാവുക. ഒരു കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്, ഒരു ശുശ്രൂഷയില് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് അനുഗ്രഹം കടന്നു വരുന്നത്. അതുകൊണ്ട് ജോയൽ പ്രവാചകൻ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മണവാളൻ തന്നെ മണവറയും മണവാട്ടി തന്നെ ഉറക്കറയൊക്കെ വിട്ട് ഇറങ്ങി വരട്ടെ എന്ന് കർത്താവിന്റെ ആത്മാവ് പ്രവാചകനായ ജോയലിലൂടെ അരുളി ചെയ്യുക. എല്ലാവരും വരട്ടെ, കുടുംബത്തിലുള്ള എല്ലാവരും, കുഞ്ഞുങ്ങളും എല്ലാവരെയും ദേവാലയത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവിൻ. നമ്മൾ തന്നെ ആരാധിച്ചാൽ പോരാ. ഞാൻ തന്നെയല്ല ആരാധിച്ചത്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കുടുംബസമേത കുഞ്ഞിനെയായിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട, അന്ന് അഭിഷേക പ്രാർത്ഥന സമയത്ത് ആത്മാവിന്റെ അഭിഷേകം കിട്ടി ഞങ്ങൾ രണ്ടുപേരും നിലത്ത് വീണ് കിടക്കുമ്പോൾ കുഞ്ഞ് പേടിക്കുക, അപ്പനും അമ്മയും മരിച്ചുപോയെന്ന് വിചാരിക്കുന്നത്. പിന്നീട് മനസ്സിലാകുന്നത് ആത്മാവിന്റെ അഭിഷേകമാണെന്ന് മോന് തിരിച്ചറിഞ്ഞപ്പോ ആത്മീയ അഭിഷേകത്തിന്റെ പിന്നാലെ കടന്നു വരാൻ കാരണം കുഞ്ഞുനാളിലെ കൊടുക്കുന്ന ദൈവിക സാന്നിധ്യവും ദൈവിക ശക്തിയും അതിലൂടെ കടന്നു വരുന്ന ആ ദൈവ മഹത്വവും തിരിച്ചറിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് കൊടുക്കാഞ്ഞിട്ടാ മക്കൾ നമ്മുടെ കൂടെ വരാത്തത്. ഇത് കൊടുത്താൽ മക്കൾ നമ്മുടെ കൂടെ നിൽക്കും. ദൈവത്തെ കൊടുത്താൽ നമ്മൾ ഭൗമികമായതാ, കഞ്ഞിയും ചോറും ഇവർക്ക് ആവശ്യമായതെല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ കാണത്തില്ല. സഹനത്തിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും മക്കള് അതെല്ലാം അനുഭവിച്ച് കൂടെ നിൽക്കുമ്പോഴാണ് ദൈവമഹത്വം എപ്പോഴും അവർക്ക് കാണാൻ സാധ്യമാകുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഞായറാഴ്ച ഇവിടെ ശുശ്രൂഷയുണ്ട്, ഇതിലേക്ക് വരത്തില്ല. കാരണം എന്താ പറയുക, കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ, അവർ കഷ്ടപ്പെടണ്ട, ഞങ്ങൾ പോയി കഷ്ടപ്പെടാം. പക്ഷെ അവർക്ക് ദൈവാനുഗ്രഹം കിട്ടണമെങ്കിലോ, ഒരു പെൺകുട്ടി കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ചെറുപ്പകാലങ്ങളിൽ ആവശ്യമായ ആത്മീയത ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങൾക്ക് തരാതിരുന്നത് കൊണ്ട് അവർക്ക് കൊടുത്തത് ഭൗതികമായ കാര്യങ്ങളാണ്. നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, നന്നായിട്ട് കരുതി, വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് മേടിച്ചു കൊടുത്തു. പക്ഷേ ആത്മീയതയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ശുഷ്കിച്ചിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഭൗതികമായിട്ട് അവർക്കൊന്നും നേടിയെടുക്കുവാനായിട്ട് സാധ്യമാകാതെ വരികയും സംഭവിക്കുന്ന ഇതാ. ഇടയൻ വരും, ഇടയനെ അന്വേഷിക്കുമ്പോൾ ഇടയൻ നമ്മുടെ ഇടയിലേക്ക് വന്ന് ആ ഇടയൻ ആടുകളെ കണ്ടെത്തി ആടുകളെ ഒരുമിച്ച് കൂട്ടുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. യേശു ഇന്ന് എനിക്ക് തന്ന പരിശുദ്ധാത്മാ വന്നൊരു മെസ്സേജ് എന്തെന്നറിയോ? പരിശുദ്ധാത്മാ എനിക്ക് പറഞ്ഞു തരിക, ജനം മുഴുവനും ഒരുമിച്ച് കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരും. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന്. തിരുഹൃദയ തിരുനാള് ആഘോഷിക്കുമ്പോൾ ആ ഹൃദയത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് സമൂഹം മുഴുവനും ഒരുമിച്ച്, കുഞ്ഞുങ്ങളും വലിയവരും വൃദ്ധരും എല്ലാവരും ഒരുമിച്ച് കൂടുവാനായിട്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഓർത്തു നോക്കി. ദൈവം എത്രമാത്രം നമ്മളെ ആളുകളെ എല്ലാം ഒന്ന് കാണാനായിട്ട്. ചില ഞായറാഴ്ചകളിൽ ദൈവത്തിന്റെ കൃപ ചിലപ്പോൾ കുറഞ്ഞു പോകുന്നതായിട്ട് കാണും. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഈശോ എന്തുകൊണ്ടാണ് കൃപ കുറയാൻ കാരണം? അപ്പൊ ഈശോ ചില വ്യക്തികളെ ഇങ്ങനെ കാണിച്ചു തരും, ഇവരൊന്നും ഇല്ല. അപ്പൊ ദൈവം എത്രമാത്രം ഒരു ആളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആളെ ഇല്ലാതെ വരുമ്പോ ദൈവം തന്നെ വേദനയ്ക്ക് വിഷമിക്കുകയോ. അപ്പൊ ദൈവജനം ഒരുമിച്ച് കൂടുവാനും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമൂഹമായിട്ട്, ഒരു ശരീരമായിട്ട്, ഒരാത്മാവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ സ്വർഗം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മക്കളെ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആടുകൾ ചിതറിപ്പോയിട്ടുണ്ട്. ദൈവമായ കർത്താവ് എസെക്കിയേൽ പറയും, ആടുകൾ ചിതറിയപ്പോൾ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും,
കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ആടുകളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ചിതറിപ്പോയി, അന്ധകാര അവസ്ഥയിലേക്ക് കടന്നു പോകുക. അപ്പൊ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു സാന്നിധ്യം എങ്ങോട്ട് പോകും? ചിതറിക്കപ്പെടുന്ന എപ്പോഴാ? പ്രാർത്ഥനയില്ലാതെ വരുമ്പോഴാണ് ചിതറിപ്പോകുന്നത്. ദൈവസാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ ചിതറിപ്പോകും. ഈ ചിതറിപ്പോയത് എങ്ങോട്ടാ പോകുന്നത്? അന്ധകാരത്തിലേക്ക് പോയിരിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയിൽ കടന്നു വരുന്ന അന്ധകാരമോ? ഈ അന്ധകാരത്തിൽ ആയിരിക്കുന്ന ഈ ജനത്തെ പുറത്തു, ഈ മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഈ ആടുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയൻ ഇറങ്ങി പുറപ്പെടും. ഈ പ്രകാശം കാണുമ്പോൾ, അന്ധകാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രകാശം കാണുമ്പോൾ, ഇടയനെ കാണുമ്പോൾ ആടുകൾ ഒരുമിച്ച് കൂടുമെന്നാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇരുട്ടുണ്ടാകും, ഇരുട്ട് കടന്നു വരും. നമ്മുടെ ചില മനോഭാവങ്ങളാണ്. ഇന്നലെ ഒരു സാറ് എന്നെ വിളിച്ചു, എന്നെ പ്രാർത്ഥിച്ച്, ബ്രദറെ പ്രാർത്ഥിക്കണം, ചില രാഷ്ട്രീയ ഇടപെടൽ മൂലം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, അതുപോലെ എനിക്ക് ശമ്പളം കിട്ടാതെയായി, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോവുക, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊന്നും അതിന് മറുപടി ഉത്തരങ്ങളൊന്നും ലഭിക്കപ്പെടുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ എന്ത് വരണം? ഹൃദയ വിശുദ്ധി വരണമെന്ന്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ സഹോദരനോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധ്യമാകുമോ? ഞാൻ പറഞ്ഞു, വിശുദ്ധ ജാവറ പിതാവും വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ എബ്രൂസിയാമയും മദർ തെരേസയൊക്കെ വിശുദ്ധരായെങ്കിലോ നമ്മളും ആ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശുദ്ധി നേടിയെടുക്കുവാൻ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ, വചനം കേട്ട് അതനുസരിക്കാൻ തയ്യാറായാൽ ആ പരിശുദ്ധി നമുക്ക് തരുമെന്ന് ആ സഹോദരനോട് പരിശുദ്ധാത്മ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട ആ സഹോദരൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോയി ദിവികാരന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത തെളിഞ്ഞുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ പരിശുദ്ധിയിലേക്ക് കടന്നു വരണമെങ്കിൽ വചനം നമുക്ക് അറിയാമായിരിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനം വായിക്കുമ്പോൾ, ആ വചനം ഗ്രഹിക്കുമ്പോൾ, ആ വചനത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം നമുക്ക് കാണും. വചനം അറിയത്തില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് ജീവിക്കാനായിട്ട്, അല്ല വിശുദ്ധി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. വചനം അറിയാമായിരിക്കണം. വചനം എന്താണെന്ന് മനസ്സിലാണ്. വചനത്തിന്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തരും. നമുക്കറിയാം, ഇടയന്റെ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടി എത്രമാത്രം സ്നേഹം കൊടുക്കുന്നുണ്ടോ, ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അതിനെ പാർപ്പിക്കുന്ന കൂടിന്റെ വാതുക്കല് വിലങ്ങിനെ കടന്ന് ഉറങ്ങുന്ന ഒരിടയൻ, ആ ഏതെങ്കിലും ചെന്നായ്ക്കള് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെ നശിപ്പിക്കുവാനായിട്ട് ഏതെങ്കിലും ജീവികൾ കടന്നു ചെന്നാൽ ഇടയന്റെ മുകളിലൂടെ അല്ലാതെ ഇതിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇടയൻ കിടക്കുന്നത് എപ്പോഴും കൂടിന്റെ വാതിലിലാണ് കിടക്കുന്നത്. ആട് ഇറങ്ങിപ്പോയാലും എന്തെങ്കിലും ക്ഷുദ്രജീവികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ, മൃഗങ്ങൾ കയറി ആക്രമിച്ചാലും ഇടയൻ അതറിയും. ആട് ഇടയനെ വിട്ടുപോകുമ്പോ ഇടയൻ അറിയുന്നുണ്ട് ഒരാട് ഇടയനെ വിട്ടുപോയിട്ടുണ്ടെന്ന്. ആ ഇടയന് വ്യക്തമാണ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നല്ലിടയനായ യേശു അറിയുന്നുണ്ട് നമ്മളെ നഷ്ടപ്പെട്ടത്. ഈ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്നതോളം അവിടുന്ന് അന്വേഷിച്ച് അലഞ്ഞു നടന്ന് അതിനെ കണ്ടെത്തുമ്പോൾ തോളിലേറ്റുന്ന ദൈവസ്നേഹത്തെയാണ് പിതാവായ ദൈവം പുതിയ നിയമത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഇടയനെ? ഈശോയെ എന്ന് വിളിക്കാമോ? ആ ഇടയന്റെ സ്നേഹത്തെയാണ് ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ സ്നേഹം ചങ്കിലെ സ്നേഹം, ജീവൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹമാണ്. ഏത് ജീവി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജീവിയാണ് ഇതിനെ ആടുകളെ നശിപ്പിക്കാൻ കടന്നിരുന്നെങ്കിൽ ആദ്യം ഇടയന്
ചവിട്ടേൽക്കാതെ, ഇടയൻ ഉപദ്രവിക്കപ്പെടാതെ ഒരിക്കലും ആടിനെ അപഹരിച്ചുകൊണ്ട് പോകാൻ ഒരു ജീവിക്കും സാധ്യമല്ല. അതുപോലെ കർത്താവ് വേദനിക്കുന്നുണ്ട്. ഒരു വ്യക്തി പിശാചിന്റെ പാപത്തിന്റെ അടിമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവപുത്രൻ വേദനിക്കുന്നുണ്ടെന്നുള്ളതാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ദൈവമായ കർത്താവിനെ ആരാധിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഏശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനം, ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. വചനം പറയുന്നു, ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം അവിടുന്ന് നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ആരുടെ കൈവശമാണ്? ദൈവത്തിന്റെ കൈവശമാണ്. യേശുവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മൾ തള്ളയാടുകള് ഈ ഇടയനാൽ നയിക്കപ്പെടുമ്പോ ഈ ആട്ടും കുഞ്ഞുങ്ങള് ആരുടെ കൈവശമാ? ദൈവത്തിന്റെ തോളിൽ ഏൽക്കപ്പെടുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മ. തോളിൽ ഏറ്റിക്കൊണ്ടാണ് ദൈവം നമ്മുടെ മക്കളെ കൊണ്ടു നടക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, മാതാപിതാക്കള് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ മക്കളെ തോളിലേറ്റുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് പിതാവായ ദൈവം ഇന്ന് പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഒത്തിരി ആത്മാർത്ഥതയോടെ വിളിക്കാമോ? നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളന്ന് ആത്മശോധനയുണ്ട്. ഇതാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഈ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ മുറിവേറ്റാണ് ഇടയൻ ആടുകളെ സംരക്ഷിക്കുന്നത്. ഓരോ അനുഗ്രഹത്തിൻ്റെ മുൻപിലും കർത്താവിൻ്റെ പീഡാസഹനം ഉണ്ട്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമോ? ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടുന്നില്ലെന്ന് പറയുക. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളെ കുറച്ചൊക്കെ സംസാരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് അവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്, കുരിശിന്റെ അടിയിൽ ഈ യേശു കടക്കുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇത്രമാത്രം ഞെരുങ്ങി ഭൂമിയോളം താണ്, ഇത്രമാത്രം വേദനകളുടെയും സഹനത്തിലൂടെയാണ് ഈ ദൈവവേദന അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യേശുവിന് വേണ്ടി എത്രമാത്രം ഞെരുങ്ങുന്നേ. നമുക്ക് സമയം കിട്ടുമ്പം പ്രാർത്ഥിക്കും. നമ്മൾ സമയമുള്ളപ്പോൾ വരും, സമയമുള്ളതുപോലെ ചെയ്യും. ചിലർ പറയും, എനിക്ക് വീട്ടിൽ പശുവുണ്ട്, ആടുണ്ട്, പ്രാർത്ഥിക്കാനൊന്നും സമയമൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ എത്രമാത്രം യേശുവിന് വേണ്ടി ഞെരുങ്ങുമ്പോഴാണ്. ഞെരുക്കത്തിലൂടെയാണ് അനുഗ്രഹം കിട്ടുക. അവന് വേണ്ടി അപ്പം ആ പയ്യനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഈശോ നിനക്ക് വേണ്ടി ഇത്രമാത്രം ഞെരുങ്ങുമ്പോൾ നീ ഈശോയ്ക്ക് വേണ്ടി ചില സഹനങ്ങള്, ത്യാഗങ്ങളെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് കൃപ വ്യാപരിക്കപ്പെടും. അവനോടൊപ്പം നാം സഹിക്കുമ്പോഴാണ്. അതാണ് സഹനം. എൻ്റെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ ഈ പീഡാസഹനത്തോട്, കുരിശുമരണത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് കൃപ ഒഴുകപ്പെടുന്നത്. പടയാളി ചെല്ലുമ്പോൾ അവന് ശരിക്കും വ്യക്തമായിട്ട് ഈശോയെ കാണാൻ പറ്റത്തില്ല. കാരണം ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. അത് പ്രായമായ മനുഷ്യനായതുകൊണ്ട് ആ കണ്ണിനും വലിയ കാഴ്ച കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ ഈശോയെ കാണാനായിട്ട് അവൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അവൻ പക്ഷേ അവന്റെ ഹൃദയത്തിൽ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കുത്തുന്നത് ഹൃദയത്തിലായിരിക്കണം. ഹൃദയത്തിൽ കുത്തിയാലേ അവസാനത്തുള്ള രക്തം പോലും ഇങ്ങോട്ട് പോരത്തുള്ളൂ. ഇവിടെ അവനെ പോലും സ്നേഹിക്കുന്ന ഒരു ദൈവം. പടയാളി പാർശ്വത്തിൽ കുത്തുമ്പോ ദൈവ സ്നേഹം അവനിലേക്ക് ഒഴുകുക ഇറങ്ങുകയാ.
ആ ഓരോ സഹനത്തിലും ദൈവം അനുഭവിച്ച ഓരോ മുറിപ്പാടുകളിലൂടെയും ഒഴുകുന്നത് സൗഖ്യമാണെന്ന് യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടും. അവന്റെ ക്ഷതങ്ങളാൽ, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, അവൻ സഹിച്ച സഹനങ്ങളോട് നമ്മുടെ വേദനകളെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കുന്നത്. കരമുയർത്തിയൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അപ്പൊ നമ്മൾ നഷ്ടപ്പെടുമ്പോ കർത്താവ് നമ്മൾ സുഖലോലുപതയിലേക്കും മദ്യാസക്തിയിലേക്കും ജീവിത വ്യഗ്രതയിലേക്കും നമ്മൾ കടന്നു പോകുമ്പോ ദൈവമായ കർത്താവ് ഒരിടയനെ പോലെ, ആടുകളെ അന്വേഷിച്ചിറങ്ങുന്ന ഒരിടയനെ പോലെ എന്നെയും നിങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്തി അതിനെ തോളിലേറ്റി അതിന് മുറിവേറ്റതിനെ വെച്ചുകെട്ടി സംരക്ഷിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാണ് പ്രവാചക ഗ്രന്ഥത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയെങ്കിൽ ആ പ്രവാചക ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയ അതേ ദൈവമാണ് കാൽവരിയുടെ നെറുകയിൽ മുറിവേറ്റ് കിടക്കുന്ന യേശു മിശിഹ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവന്റെ വിലാപ്പുറത്തൊഴുകിയ ദൈവിക സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗഖ്യമെന്ന്, സമാധാനമെന്ന്, പാരമ്പര്യ തിന്മകളിൽ നിന്നുള്ള വിടുതൽ സംഭവിക്കുന്നത് അവന്റെ വിലാപ്പുറത്തൊഴുകിയ ദൈവിക രക്തത്താലാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ മുറിവേറ്റ ക്രിസ്തു എവിടെയുണ്ട്? പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാണ്. ഈ ദൈവത്തെ, ഈ പുത്രനെ കണ്ടതാരാ? വെളിപാടിന്റെ പുസ്തകത്തില് അത് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പാസ്മോസ് ദ്വീപില് ഒറ്റപ്പെട്ട സമയം, മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയം, ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ദൈവത്തെ കണ്ടുമുട്ടുന്നത് എപ്പോഴാ? ആ വെളിപാടിലൂടെ കർത്താവ് തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പസ്തോലന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞാടിന്റെ രക്തം ഇന്നും നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നുണ്ട് എന്ന് വെളിപാടിന്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തി. ആ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ചിന്തപ്പെടുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഈശോടെ ഈ പിടാസകൻ, ഈ കുർബാനയുടെ അർത്ഥം എന്തെന്നൊന്ന് വെളിപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. ബലിയർപ്പണ സമയത്ത് പുരോഹിതന്റെ അടുത്തുനിന്ന് ബലിയർപ്പിക്കപ്പെടുന്ന സമയത്ത് ശരിക്കും വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക. പരിശുദ്ധ കുർബാനയിലേക്ക് യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ രക്തവും യേശുവിന്റെ ശരീരവുമായിട്ട് ഇത് രൂപാന്തരപ്പെടുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ആ പ്രധാന സമയത്ത് ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു എന്ന് പുരോഹിതൻ പറയുന്ന സമയത്ത് കുരിശിൽ കിടക്കുന്ന യേശുവിനെ അൾത്താരയ്ക്ക് മുകളിൽ വ്യക്തമായിട്ട് കാൽവരിയിൽ കിടന്ന ജീവനുള്ള ദൈവത്തെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം കാസയിലേക്കും പിലാസിലേക്കും വ്യാപരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് നഗ്നനേത്രം കൊണ്ട് കാണുവാൻ ആ സമയത്ത് കൃപ കിട്ടി. അപ്പോഴാ മക്കളെ, കുർബാനയുടെ അർത്ഥം എന്തെന്ന്, അവന്റെ ജീവനാണ്, അവന്റെ ജീവിതമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പുരോഹിതൻ കുരിശാകൃതിയിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് വലിയൊരു പ്രകാശം പുരോഹിത കരങ്ങളിലൂടെ കടന്ന് പിലാസിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അവന്റെ ആത്മാവിനാൽ ആ ശരീരവും രക്തവും കാസയിലെയും പിലാസയിലെയും അപ്പവും വീഞ്ഞും അവന്റെ ശരീര രക്തമായിട്ട്, ആത്മാവിന്റെ അഭിഷേകമായി, ദൈവത്തിന്റെ ജീവനായിട്ട്, ദൈവത്തിന്റെ തുടിപ്പായിട്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും രൂപാന്തരപ്പെടുന്നു. മക്കളെ, കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി വിളിക്കാമോ? ഈ ദൈവത്തെ നമ്മളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അപ്പമായി തീർന്ന മിശിഹായുടെ സ്നേഹം, ആ ഹൃദയത്തിന്റെ തുടിപ്പാണ് പാപികളായ നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്ന ആ സ്വർഗീയമായ സാന്നിധ്യത്താൽ ഈ അപ്പത്തെയും വീഞ്ഞിനെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ ഈ നല്ലിടനായ യേശു ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നുണ്ട്. കരമുയർത്തി, കണ്ണുകൾ ഉയർത്തി, കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന
യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ ഈ സമൂഹത്തെ കർത്താവെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടുന്ന് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളിലൂടെ അനേകര് ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവിധം അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിലോ. നമ്മുടെ ശരീരത്തെ നമുക്ക് വീണ്ടും വീണ്ടും ഈശോയ്ക്ക് കൊടുക്കാം. ബലഹീനമായ ശരീരം, ആടുകളെ പോലെ അവർ വഴിതെറ്റിപ്പോയി എന്ന് യെശയ്യാ പ്രവചിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ അവർ സഞ്ചരിച്ചു എന്നാണ് യെശയ്യാ പറഞ്ഞത്. ഇഷ്ടമുള്ള വഴിക്ക് അവർ പോയി. നമ്മൾ ഇഷ്ടമുള്ള വഴിക്ക് പോയവരാണ്. കർത്താവ് നമ്മളെ കണ്ടെത്തി ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ നമ്മളെ വീണ്ടെടുത്ത് അവിടെ നമ്മളെ തോളിലേറ്റി നമ്മളെ ശുശ്രൂഷിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ ഇഷ്ടമുള്ള വഴിയിലൂടെ പോയപ്പോൾ നമുക്ക് മലിനതയിലേക്ക് നമ്മൾ കടന്നുപോയി. അശുദ്ധി നമ്മളിലേക്ക് കടന്നു വന്നു. വിശ്വാസരാഹിത്യം നമ്മളിലേക്ക് കടന്നു വന്നു. ഒത്തിരിയേറെ ദുഷ്ടതകൾ നമ്മളിലേക്ക് കടന്നു വന്നു. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒത്തിരിയേറെ മലിനപ്പെട്ട ശരീരവും ഹൃദയത്തിൻ്റെ ഉടമകളാണ് ഞാനും നിങ്ങളും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോയെ ഹൃദയശുദ്ധി, മറ്റൊന്നും നിങ്ങളിന്ന് പ്രാർത്ഥിക്കേണ്ട. ഹൃദയശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ ഹൃദയശുദ്ധി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഹൃദയത്തെ തിരുഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി ഉയർത്തി ഉയർത്തി സ്തുതിച്ച് അഭിഷേകം പറയട്ടെ, അഭിഷേകം പറയട്ടെ, അഭിഷേകം പറയട്ടെ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. മല്ലതകളെല്ലാം നീങ്ങിപ്പോയി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയെല്ലാം ഞങ്ങളുടെ ജീവിതത്തോട് വിട പറയട്ടെ. എല്ലാ അസ്വസ്ഥതകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. തഴക്ക ദോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. തെറ്റായ ബോധ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയതലങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കർത്താവേ, അവിടെ നിങ്ങളെ വീണ്ടെടുക്കണമേ. അവിടുത്തെ രക്തത്താലും അവിടുത്തെ ശരീരത്താലും അവിടുത്തെ ആത്മാവിനാലും അവിടുത്തെ ജീവനാലും ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് പുനരുദ്ധരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ലിടയനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയനാണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. ഞാൻ നല്ലിടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ലിടയനാണ് ഞാനെന്ന് ഈശോ വ്യക്തമാക്കി. ആടുകൾ ഒന്നും പോലും നഷ്ടപ്പെട്ടു പോകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവോള് അലഞ്ഞു നടന്ന് കണ്ടെത്തി തോളിലേറ്റി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവത്തെയാണ് പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ നല്ലിടനെ നമുക്ക് സ്വരമുയർത്തി വിശ്വാസത്തോടെ തുടരെ ഈശോയെ 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 എന്ന് വിളിച്ച് 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 മക്കൾ പ്രാർത്ഥിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് നല്ലിടനായ യേശുവേ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ. ഞാൻ ആയിരിക്കുന്ന പാപാവസ്ഥയിൽ നിന്ന്, തഴക്കദോഷത്തിൽ നിന്ന്, അവിശ്വസ്തയിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, വിശ്വാസരാഹിത്യത്തിൽ നിന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് എന്നെ ഒരു അനുഗ്രഹമാക്കി ഈ ദേശത്ത്, എൻ്റെ ദേശത്ത് എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കടബാധ്യതകളും രോഗങ്ങളും തകർച്ചകളും അടിക്കടി ഉണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങള്, മരണങ്ങള്, കുടുംബത്തിലെ അസ്വസ്ഥതകള് എല്ലാം കർത്താവേ നീ കാണുന്നില്ലേ? ദേശത്തിന്റെ മേൽപോൽ കടന്നു വരുന്ന മരണസംഖ്യയുടെ വർധനവ്, ചെറുപ്പക്കാരുടെ മരണം, പെട്ടെന്നുള്ള മരണങ്ങള് നീ കാണുന്നില്ലേ കർത്താവേ? അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാൻ അവിടുത്തെ കാരുണ്യം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോടെ വിളിച്ച് മക്കളെ ഈശോയെന്ന് വിളിച്ച് ഞങ്ങളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ വഴിതെറ്റിപ്പോകുവാൻ അവിടുന്ന് ഇടവരുത്തരുതേ. ആടുകളെ പോലെ വഴിതെറ്റിപ്പോയതാണ് ഇസ്രായേൽ ജനം. പുതിയ ഇസ്രായേലായ ഞങ്ങള് ഒരിക്കലും ഇടയനെ വിട്ടുപോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു.
ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. നമുക്ക് കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. ഈശോയുടെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്കാണ് നമ്മുടെ സമ്പത്ത് സമർപ്പിക്കുന്നത്. ആ സമ്പത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന അവന്റെ ഹൃദയത്തിലെ ജീവജലത്തിന്റെ അരുവിയാണ് നിത്യജീവന്റെ അഭിഷേകം. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സാമ്പത്തിക പ്രതിസന്ധി വരാത്ത രീതിയിൽ കർത്താവ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, യേശു തൻ്റെ ഹൃദയത്തിൽ നിന്ന് നിത്യജീവന്റെ അഭിഷേകമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. മക്കൾ പ്രാർത്ഥിച്ച് കരമൊന്ന് കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. ഒത്തിരി മക്കൾ വേദനിക്കുന്നുണ്ട്. സമ്പത്തുണ്ടെങ്കിൽ രോഗം നമ്മളെ പിടിമുറുക്കും. ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. സമ്പത്ത് വർദ്ധിക്കുമ്പം രോഗം പിടികൂടും. 1 കോടി വരുമ്പോൾ 1 കോടി രൂപയുടെ രോഗവും നമ്മളെ പിടികൂടും. കർത്താവ് വന്നാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു. യേശു വന്നാൽ, ഇടയൻ വന്നാൽ ഈ പ്രശ്നം തീരുവ. തോളിലേറ്റും ഒരു മുള്ളു പോലും കൊള്ളാതെ, ഒരു ചെന്നായി പോലും ആക്രമിക്കാതിരിക്കുവാൻ ഇടയൻ തൻ്റെ ആടിനെ തോളിലേറ്റി സംരക്ഷിക്കും. മക്കൾ പ്രാർത്ഥിച്ച യേശുവേ, എൻ്റെ സാമ്പത്തിക മേഖലകളെ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്. കരങ്ങളുടെ ബലോ കഴിവൊന്നുമല്ല ഈ സമ്പത്ത് നേടാൻ നമുക്ക് ശക്തി നൽകിയത് ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ സമർപ്പണം ഇവിടുന്ന് കണക്കിലെടുത്തു. ചെറുതും വലുതും കർത്താവേ ഉണ്ടായിട്ടല്ല, കടബാധ്യതയിലായിരുന്നു കൊണ്ട് സമർപ്പിക്കും. രോഗങ്ങളിലായിരുന്നു കൊണ്ടാണ്. മരുന്ന് മേടിക്കാൻ പോലും പൈസ തികയുന്നില്ല കർത്താവേ. ഇടാൻ പൈസ ഇല്ല കർത്താവേ. നീ എന്നെ കാണുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ല കർത്താവേ. വരാൻ വണ്ടിക്കൂലി പോലും ഇല്ല. കടം മേടിച്ചു വന്നതാ ഞാൻ. ഒത്തിരി കഷ്ടപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നേ. ഈശോയെ, അടുത്ത ആഴ്ച വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് കർത്താവേ. ഞാൻ തകർന്നവനാണ്. ഒത്തിരിയേറെ കടബാധ്യതയിലേക്ക് കടന്നുപോയി, ഒത്തിരിയേറെ തകർച്ചകളിലേക്ക് കടന്നുപോയി. ഇതെങ്ങനെ വീട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല കർത്താവേ. ഞാൻ വിഷമിക്കുന്നു, ഞാൻ വേദനിക്കുന്നു നിന്റെ മുമ്പിൽ. നീയല്ലാതെ മറ്റൊരു ദൈവമില്ല. രക്ഷകൻ നീയാണ്. അവിടുന്നാണ് രക്ഷകൻ. അവിടുന്നിലൂടെ അല്ലാതെ രക്ഷയില്ല കർത്താവേ. അവിടുന്നിലൂടെ അല്ലാതെ ഒരു കാരണവശാലും രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രക്ഷക, ഞങ്ങളുടെ ഈ തകർന്ന ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി വിളിക്കാമോ? ആ വിലാപ്പുറത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണുകളടച്ച് വിശ്വാസത്തോടെ ആ സ്നേഹം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ച് മക്കളെ, ഈശോയെ എന്ന് വിളിച്ച് ആ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയിറങ്ങിയത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ്. അവന്റെ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയിറങ്ങിയത് ആ സ്നേഹമാണ്. പത്രോസും യോഹന്നാനും സ്വീകരിച്ചത് ആ സ്നേഹമാണ്. സുന്ദര കവാടത്തില്, ദേവാലയ കവാടത്തില് ഭിക്ഷയാചിച്ചുകൊണ്ട് ആയിരുന്ന ആ സഹോദരന്റെ മേല് വ്യാപരിച്ചത് ആ ക്രിസ്തു സ്നേഹമാണ്. ആ ക്രിസ്തു സ്നേഹം വ്യാപരിച്ചപ്പോ അവന്റെ അസ്ഥികള്, അവന്റെ മാംസം, അവന്റെ മജ്ജ എല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുകയും അവന്റെ ആ മുടന്ത, അവന്റെ ഇല്ലായ്മകള് മാറ്റപ്പെടുകയും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉള്ളവനായിട്ട് സമൃദ്ധിയുള്ളവനായിട്ട് ദൈവത്തെ സ്തുതിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ മക്കളെ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് വേഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ മാസത്തിന്റെ 4-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. ധ്യാനത്തിലേക്ക് കഴിയുന്ന ആളുകൾ ഇവിടെ ധ്യാനിച്ചിട്ടില്ലാത്തവര് ധ്യാനത്തെ പങ്കുചേരുക. ഒത്തിരിയേറെ അനുഗ്രഹം പ്രാപിച്ചാണ് ദൈവജനം പോകുന്നത്. ആ ധ്യാന ഹോളി വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അല്ലാതെ പോയതിന് ശേഷമൊക്കെ അനേകര് സാക്ഷ്യം പറയുന്നുണ്ട്. വിളിച്ചു പറഞ്ഞ് വിദേശത്തേക്ക് പോകാൻ, അങ്ങനെയുള്ള ജോലി തടസ്സങ്ങൾ, ജീവിത വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇതെല്ലാം ശുശ്രൂഷയിലൂടെ മാറ്റപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ധ്യാനിക്കാത്തവരുടെ, ഈ സെൻറ്ററിൽ ധ്യാനിക്കാത്തവർ ഈ സെൻറ്ററിൽ ഒരു ധ്യാനം കൂടും നല്ലത്. അതുപോലെ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നവർ, വേദനിക്കുന്നവർ, ഏതെങ്കിലും തരത്തിലൊക്കെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്നവരെ നിങ്ങൾ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, കരമടിച്ചു പാടാമോ? എനിക്കായി കരുതുന്നവൻ, മുട്ടുമേലായിരുന്നുകൊണ്ട് ഭാരങ്ങൾ വഹിക്കുന്നവൻ, സമർപ്പിച്ചവര് മുട്ടുമേല, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള വലിയ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടാൻ സമയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നന്നായിട്ട് ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന്, യേശുവിന്റെ വിലാപ്പുറത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ നിത്യജീവന്റെ അഭിഷേകം എല്ലാവരിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ്. കാൽവരിയുടെ നെറുകയില് മരക്കുരിശിൽ കിടന്നപ്പോ പടയാളികൾ ഒരുവം വന്ന് അവന്റെ പാർശ്വത്തില് കുന്തം കൊണ്ട് കുത്തിയപ്പോ അവിടുന്ന് ഒഴുകിയത് സ്നേഹമാണ് മക്കളെ, സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിതാവായ ദൈവം ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കരമുയർത്തി വിശ്വാസത്തോടെ ആ തിരുഹൃദയ സ്നേഹത്തെ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, അപ്പത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ആ ദിവ്യമായ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച് അഭിഷേകം ചെയ്യണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ. ഈശോയെ, തളർവാദ അവസ്ഥയിൽ നിന്ന് എന്റെ ശരീരത്തെ മോചിപ്പിക്കണമേ. ബലക്ഷയത്തിലേക്ക് കടന്നു പോകുന്ന എന്റെ ശരീരത്തിന്റെ മേൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുത്തണമേ. എന്റെ ബലഹീനമായ ശരീരത്തിന്റെ മേൽ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഉച്ചസ്വരത്തില് ഒരേപോലെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? മുട്ടുമേലായിരുന്നു കൊണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും ദൈവമേ പൂർണ്ണ ഹൃദയമോടും ചേർന്ന് പാടിക്കേ. പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. സ്വരമുയർത്തി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
ഈ ലോകമോഹങ്ങളേക്കാൾ ദൈവമേ ഈ ലോകവിജ്ഞാനത്തേക്കാൾ യേശുവേ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ചേർന്ന് ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പൂർണ്ണമായി നമ്മുടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് അമരത്തിനെ സമർപ്പിക്കാം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ശക്തിയാണ്, കൃപയാണ് അവിടുത്തെ വിലാപ്പുറന്ന് ഒഴുകിയിറങ്ങുന്നത്. ഞാൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുവാൻ യേശു പറഞ്ഞു. പിതാവിനെ സ്നേഹിച്ചത് അവിടുന്ന് കൽപ്പിച്ചതുപോലെ, അവിടുന്ന് അരുളി ചെയ്തതുപോലെ ആ വചനങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ നിറവേറ്റിക്കൊണ്ടാണ് യേശു പിതാവിനെ സ്നേഹിച്ചത്. നമ്മൾ യേശുവിനെ സ്നേഹിക്കേണ്ടത് ഓരോ സഹനങ്ങളിലും ആ പീഡാസഹനത്തോട് ചേർത്ത് നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമ്മളിലേക്ക് നൽകപ്പെടുന്നത്. കണ്ണുകളൊന്ന് അടച്ച എല്ലാവരും, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ അൾത്താരയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആ കാൽവരിയിലെ സ്നേഹമാണ് സ്വർഗം വിട്ട് പിതാവ് ഇറങ്ങി വന്നത്. പുത്രൻ പീഡാസഹനത്തിലൂടെ കടന്നുപോയി കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് ബലിയായിത്തീരുന്ന നിമിഷം തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന സമയം പിതാവായ ദൈവം പുത്രന്റെ ആത്മാവിനെ കരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കാൽവരിയിലെ ആ ബലിയുടെ സ്നേഹം പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പ്രദാനം ചെയ്തു. മക്കള് പ്രാർത്ഥിച്ച്, ഈശോയെ, ഓരോ അനുഗ്രഹത്തിന്റെ അപ്പുറത്തും യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വേദനകളുടെ ആ ഒരു സഹനത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ സഹനങ്ങളിലൂടെയും ദൈവജനം കടന്നു പോകുമ്പോൾ ആ സഹനത്തിന്റെ അപ്പുറത്ത് അവൻ നമുക്ക് വേണ്ടി സഹിച്ച ഒരു സഹനമുണ്ട്. ആ സഹനത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സഹനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പിതാവിന്റെ മഹത്വത്തെ ദർശിക്കുവാനും അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനും നമുക്ക് സാധ്യമാകുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയെ, ആ ദൈവിക സ്നേഹം ആസ്വദിക്കുവാനാണ്, അനുഭവിക്കുവാനാണ് ഈ അൾത്താരയുടെ മുമ്പില്, ഈ ബലിപീഠത്തിനരികില്, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ക്രിസ്തു സാന്നിധ്യത്തെ, ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് അവിടെ നിന്ന് നൽകുന്നത്. പിതാവ് പുത്രനെ നൽകുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഇതിനുവേണ്ടിയ പിതാവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുവാനാണ്. പുത്രൻ സ്നേഹിച്ചതുപോലെ സഹായികൻ നിങ്ങളെ സഹായിക്കുമെന്ന് യേശു പറഞ്ഞു. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി നിങ്ങൾ വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, പിതാവിൻ്റെ അടുത്ത് പോയി പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. ആ സഹായകൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ സഹായകൻ നിങ്ങളെ പഠിപ്പിക്കും.
ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിക്കും. നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് ആത്മാവ് ഇട്ടിട്ട് പോകത്തില്ല എന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി. ഒരിക്കലും വിട്ടുപോകാത്ത ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിനെയാണ് മാമോദീസായിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തത്. പുത്രന് കൊടുത്തതുപോലെ തന്നെ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് പുത്രനിലേക്ക് ആവസിക്കപ്പെടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവിന്റെ വാക്കുകളാൽ പുത്രൻ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. മാമോദീസായിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാവ് കടന്നു വരികയും ദൈവപുത്ര സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത നമുക്ക് കൂദാശകളിലൂടെ അനുഭവവേദ്യമാകുന്നതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ശുചീകരണ സ്ഥലത്തിലെ വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർത്തുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ ആത്മാക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇവരെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിന് ഞാനും നിങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാനായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമുക്ക് തിരുഹൃദയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേലും ശുദ്ധീകരണ സ്ഥലത്തില് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കർത്താവേ, ഇന്ന് ദിവസം നിന്റെ സന്നിധിയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നിലവിളികള്, യാചനകള് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരുടെ മേലും കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിത പങ്കാളി ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, എൻ്റെ മാതാപിതാക്കള് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, എൻ്റെ മക്കള് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഈശോയെ, അവിടെ എല്ലാം മേല് ഞങ്ങളെ ഇടപഴകിയവര്, ഞങ്ങളെ ശുശ്രൂഷിച്ചവര്, ഞങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നവര് ഒത്തിരിയേറെ ആളുകള് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തില് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കളുടെ മേല് ഈശോയുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ ആത്മാക്കളോട് കരുണ കാണിച്ചുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യത്തിന് ഇപ്പോൾ യോഗ്യരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ നിലവിളി, ഞങ്ങളുടെ യാചനകള് സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദൈവമേ പുത്രനിലൂടെ കാണിച്ച അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ത്രിത്വൈക ദൈവത്തെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു, അത്യുന്നതനായവനെ വിളിക്കുന്നു. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ചേർന്ന് പാടാമോ? ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിച്ചിടണമേ. മിശിഹായുടെ തിരുരക്തമേ,
എൻ്റെ ലഹരിയായിടേണമേ. മിശിഹായുടെ മുറിവിലെ ജലമേ, എന്നെ നിത്യം കരുതിയിടണേ. മിശിഹായുടെ കഷ്ടങ്ങളെ എൻ്റെ ധൈര്യമായിടേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയെ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഈശോദൻ മാധുര്യ ഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിടേണമേ. ഈശോദൻ മാധുര്യ ഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിടേണമേ. ഈശോദൻ മാധുര്യ ഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിടേണമേ. മറിയത്തിൻ വിമലമാം ഹൃദയമേ, അങ്ങന്റെ രക്ഷയായിടേണമേ. പരിശുദ്ധ അമ്മ അനുഭവിച്ച വലിയ സ്നേഹം, യോഹന്നാൻ അനുഭവിച്ച ആ വലിയ സ്നേഹം, ആ സ്നേഹമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ യോഹന്നാൻ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെ, ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സ്വർഗീയമായ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആഗ്രഹിച്ച് ശുശ്രൂഷകരായിരിക്കുന്നവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, ആ സ്വർഗീയ സാന്നിധ്യവും സ്വർഗീയമായ സാന്നിധ്യത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ച് സ്വർഗം കാണിച്ചു തരണേ. സ്വർഗവാസികൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. പിതാവിൻ്റെ വലതുഭാഗത്ത് ഭൂഷണനായിരിക്കുന്ന പുത്ര സാന്നിധ്യത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. വിശുദ്ധരും സ്വർഗവാസികള് രക്തസാക്ഷികളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും മാലാഖാവൃന്ദങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതും പരിശുദ്ധാത്മാവെ നീ വെളിപ്പെടുത്തി തരണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശിഷ്യന്മാർക്കെല്ലാവർക്കും സാധിച്ചില്ല. കാൽവരിയിലെ കുരിശു മരണത്തിൽ പങ്കുചേരുവാൻ അവർക്ക് സാധ്യമായില്ല. അവൻ്റെ പക്ഷത്തിൽ ചേർന്ന് കിടന്ന യോഹന്നാൻ സ്ലീഹ ആ സ്നേഹത്തോട് ചേർന്നിരുന്നപ്പോൾ ആ സ്നേഹമാണ് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ അർപ്പിച്ച ബലിയിലേക്ക് ചേർത്ത് വെച്ചത്. അവനെ സ്നേഹിച്ചപ്പോ അവന്റെ അവസാനത്തെ തുള്ളി സ്നേഹത്തെ പോലും നേരിൽ കണ്ടുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമായത് അവന്റെ പക്ഷത്തിൽ ചേർന്ന് കിടന്ന ആ സ്നേഹത്തിന്റെ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞ യോഹന്നാൻ ശ്ലീഹായ്ക്കാണ് സാധ്യമായത്. നമുക്കും ആഗ്രഹിക്കാം യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടക്കുവാൻ, ആ കാൽവരി സ്നേഹത്തിൽ കൂട്ടാളികളാകുവാൻ, പങ്കുചേരുവാൻ,
അവന്റെ വിലാപ്പുറത്ത് വടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടുന്ന് ഒഴുകിയിറങ്ങിയ നിത്യജീവന്റെ അഭിഷേകം പ്രാപിക്കുവാൻ നമുക്കും ആഗ്രഹിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കാം. അവൻ സ്നേഹിച്ചതുപോലെ, യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെയാ നിങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടത്. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഹൃദയത്തിൽ നിന്ന് സ്നേഹം പകർന്നു കൊടുക്കണമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയും അവസാനത്തെ തുള്ളി സ്നേഹം പോലും പകർന്നു കൊടുക്കുവാൻ തയ്യാറാകണം. നിന്റെ ശത്രുവിന് പോലും നിന്റെ സ്നേഹത്തെ തിരികെ കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ, ആ സ്നേഹം പൂർണ്ണതയിൽ കൊടുക്കുവാൻ നിനക്ക് സാധ്യമാകണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും ചങ്കിലേക്ക് കുത്തുന്നവനെയും സ്നേഹിക്കണമെന്ന്, നിന്റെ ഹൃദയത്തില് വേദന നൽകുന്നവനെ പോലും നീ സ്നേഹിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ വേദനിപ്പിക്കുമ്പോ, നിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാകുമ്പോ ആ വേദനയിൽ നിന്ന് ഒഴുകിയിറങ്ങേണ്ടത് അവന് സൗഖ്യമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് സ്നേഹമെന്ന് ഈശോ പഠിപ്പിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന് അവിടെ നമ്മളെ പഠിപ്പിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്നൊന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച്, ഈശോയെ എത്രമാത്രം സഹനങ്ങളിലൂടെ ഈശോ പോയെ. യൂദാസ് ഒറ്റുകൊടുക്കുമ്പോഴും ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുമ്പോഴും കാൽവരിയിലെ സ്നേഹം പെയ്തിറങ്ങുന്ന തമ്പുരാന്റെ കാരുണ്യം, യേശു അർപ്പിച്ച പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, നേരിൽ കാണുവാൻ, അത് കണ്ടനുഭവിക്കുവാൻ ശിഷ്യന്മാർക്ക് സാധ്യമാകുന്നില്ലല്ലോ എന്ന ഒരു വലിയ വേദന ഗെത്സമൻ തോട്ടത്തിലുണ്ട്. അവര് 12 പേരും ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ ബലിയോട് ചേർന്ന് നിന്ന് ഒരുമിച്ച് ബലിയർപ്പിക്കുവാനാ ഈശോ ആഗ്രഹിച്ചത്. യൂദാസ് അവനെ ഒറ്റുകൊടുത്തു, മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. ഈശോയെ പ്രാർത്ഥിച്ച മക്കളെ, എത്രമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും യേശുവിനെ കൈവിടാതെ അവനെ പിന്തുടർന്ന് അവനോടൊപ്പമായിരുന്നു കൊണ്ട് ജീവൻ നഷ്ടപ്പെടുമ്പോഴും ആ ജീവന്റെ സാന്നിധ്യം എപ്പോഴും കടന്നിരുന്നത് യേശുവിന്റെ തിരുഹൃദയത്തിലേക്കാണെന്ന് ഓർമ്മപ്പെടുത്തുകയോ. ഓരോ രക്തസാക്ഷികളും യേശുവിന്റെ ഹൃദയത്തിനുള്ളിലുണ്ട്. ജീവൻ കൊടുത്ത ഓരോ രക്തസാക്ഷികളും യേശുവിന്റെ ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കപ്പെട്ടത്. ആ സ്നേഹത്തെയാണ് ഈശോ ഓർമ്മപ്പെടുത്തിയത്. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിച്ചു. നമുക്ക് ആ സ്നേഹത്തെ സ്വീകരിക്കാം. ആ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം, ഈശോ സ്നേഹിച്ചതുപോലെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും, പിതാവേ, അങ്ങയുടെ ഹിതം ലോകത്തിന്റെ രക്ഷയാണ്, പാപികളുടെ രക്ഷയാണ്, പാപികളുടെ മാനസാന്തരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുരിശിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഗെത്സമൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന യേശുനാഥൻ എന്റെയും നിങ്ങളുടെയും രക്ഷയിലാണ് അവിടുന്ന് പ്രതീക്ഷ വെച്ചത്. എന്റെയും നിങ്ങളുടെയും സാക്ഷി ജീവിതത്തിലാണ് അവിടുന്ന് പ്രതീക്ഷ വെച്ചത്. ഗെത്സമൻ വിട്ട് ഇറങ്ങി വരുമ്പോ യൂദാസ് സ്നേഹ ചുംബനത്താൽ 30 വെള്ളിക്കാശിനു വേണ്ടി ഒറ്റുകൊടുക്കുമ്പോ ആ കാൽവരി സ്നേഹം ഇവൻ അനുഭവിക്കുവാൻ സാധ്യമാകുന്നില്ലല്ലോ, ഇവനെ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഒരു ഹൃദയമാണ് അവിടെ കണ്ടുമുട്ടുന്നത്. ഈശോയെ, നഷ്ടപ്പെടുന്നു തൻ്റെ സ്നേഹിതൻ, തൻ്റെ ഉറ്റ സുഹൃത്ത്, താൻ സ്നേഹിച്ച തൻ്റെ അരുമ ശിഷ്യൻ ഇതാ തന്നെ ഉപേക്ഷിച്ച് 30 വെള്ളിക്കാശിനു വേണ്ടി ഇതാ അവൻ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് കടന്നുപോയത് കൊണ്ട് തന്നെ അനുഭവിക്കുവാൻ ഇനി അവന് സാധ്യമല്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന മിശിഹായാണ് അവിടെ കാണാൻ സാധ്യമാകുന്നത്. പ്രധാന പുരോഹിതന്റെ അരമനയിലേക്ക് കയറി ചെല്ലുമ്പോ അസൂയയാൽ തളം കെട്ട് നിൽക്കുന്ന ഹൃദയത്തിലേക്കാണ് ഈശോ ഉറ്റുനോക്കുന്നത്. ഹെരോദോസിന്റെയും പിലാത്തോസിന്റെയും ജീവിതത്തിലേക്ക് ഈശോ നോക്കുമ്പോ പാപത്താൽ നിറഞ്ഞ ഒരു ജീവിതത്തെ അവിടുന്ന് കർത്താവ് കാണുകയാണ്.
ഇവരെല്ലാം മോചിപ്പിക്കുവാൻ ഈശോ ആഗ്രഹിച്ചുകൊണ്ടാണ് പീലാത്തോസിന്റെയും ഹെറോദീസിന്റെയും ഒക്കെ അരമനയിലൂടെ കടന്നു പോകുന്നത്. ഇവരെല്ലാം രക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കുപ്രസിദ്ധ കുറ്റവാളിയായ ബറാബാസിനെ വിട്ടയക്കുമ്പോ ഈശോ സന്തോഷിക്കുകയാണ്. അവന്റെ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവനെയും വീണ്ടെടുക്കുവാൻ ഈശോ ആഗ്രഹിച്ച സമയമാണ് അവനെ വിട്ടയക്കുന്ന സമയം. ഈശോയെ ബത്തോറിയത്തില് ഒരു കൽത്തോണിൽ കെട്ടിയിട്ടുകൊണ്ട് നിർദാക്ഷിണ്യം പടയാളികൾ അടിക്കുമ്പോ ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അടർന്നു തെറിക്കുമ്പോ ആ രക്തം തുള്ളികള് മാംസ കഷ്ണങ്ങള് അവരുടെ ശരീരത്തിൽ പതിക്കുമ്പോ അതിന്റെ അർത്ഥം എന്തെന്നോ അതിലുള്ള സൗഖ്യം എന്തെന്നോ അതിലൂടെ പകർന്നു വരുന്ന സമാധാനം എന്തെന്നോ തിരിച്ചറിയാതെ അവർ കടന്നു പോകുമ്പോ ഈശോ വേദനിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല ഈ തരിശരീര രക്തത്തിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഈശോ വേദനിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാന ഞാനും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാകുന്നില്ല എങ്കിൽ, ഈ സാന്നിധ്യം മനസ്സിലാകുന്നില്ല എങ്കിൽ ഈശോ വേദനിക്കുന്നുണ്ട്. മക്കളെ, ഈശോ നമ്മളെ പ്രതി അവിടുന്ന് വേദനിക്കുന്നുണ്ട്. ഇന്നും യുഗാന്ത്യം വരെ, ലോകാവസാനത്തോളം അവിടുന്ന് വേദനിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചേ. ഈശോയെ, ഭാരമേറിയ കുരിശുമരം ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് കടന്നു നീങ്ങുമ്പോ ശാപത്തിന്റെ അടയാളമായ കുരിശിനെ മഹത്വത്തിന്റെ അടയാളമാക്കി മാറ്റുവാൻ അവൻ കുരിശും പേറിക്കൊണ്ട് കാൽവരിയുടെ നിറകിലേക്ക് നടന്നു നീങ്ങുമ്പോ ഈശോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സഹായിക്കാൻ ആരുമില്ല. അത്ഭുത പ്രവർത്തികളും അവയുടെ ഫലവും അനുഭവിച്ചവരിവിടെ. മക്കളെ, ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുമ്പോൾ സാക്ഷ്യ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് മറുതിരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് വേദനിക്കുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ഈശോയെ, ശാപഗ്രസ്തമായതിനെ മുഴുവൻ മഹത്വമാക്കി മാറ്റുവാനാ അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ശാപഗ്രസ്തമായ പ്രവൃത്തികളെ മുഴുവൻ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടവുമില്ല. മുറിവുകളും ചതവുകളും രക്തമൊലിക്കുന്ന മുറിപ്പാടുകളും അവന്റെ ശരീരത്തിലൂടെ രക്തമൊലിച്ചിറങ്ങുകയാ. മനുഷ്യന്ന് തോന്നാത്ത രീതിയിലോ അവൻ വിരൂപനായി കുരിശിൽ കിടക്കുകയാ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും രക്ഷ പ്രദാനം ചെയ്തുകൊണ്ട് അവൻ വിരൂപനായി കിടന്നത് പാപത്തിന്റെ വിരൂപതയിൽ നിന്ന്, പാപത്തിന്റെ നഗ്നതയിൽ നിന്ന് എന്നെയും നിങ്ങളെ വീണ്ടെടുത്തപ്പോ അവൻ നഗ്നനായി കുരിശിൽ കിടന്നു. അവൻ വിരൂപനായെന്ന് യേശയ്യാ പ്രവചിച്ചു. ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നീളത്തിൽ ഇഴുവച്ചാൽ കീറിയെന്ന് സങ്കീർത്തന പുസ്തകത്തില് എഴുതി വച്ചിരുന്ന വചനങ്ങള് അവന്റെ ശരീരത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് അവൻ തലചായ്ച്ച് ജീവൻ വെടിഞ്ഞപ്പോ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി മാറ്റപ്പെട്ടു. എങ്കിലോ ആ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് ഇന്ന് അൾത്താരയിൽ നിന്ന് ദൈവജനത്തിന്റെ ജീവിതങ്ങളിലേക്ക്, ദൈവജനത്തിന്റെ ശരീരത്തിലേക്ക്, ദൈവജനത്തിന്റെ ആത്മാവിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. ക്രിസ്തു അർപ്പിച്ച ബലിയുടെ സാന്നിധ്യമാണ്, ബലിയുടെ ശക്തിയാണ്. കരം നീട്ടി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മഹത്യ പ്രവണതയുള്ള 3 വ്യക്തികളെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മരിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട്, ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന 3 ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വന്ന് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മക്കളെ, നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് ഈശോ ഇടപെടുന്നു. മക്കളെ, ഈശോ ഇടപെടുന്നു. ആടുകളെ അന്വേഷിച്ച് ഇടയൻ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക്, നിങ്ങളുടെ തകർന്ന അവസ്ഥയിലേക്ക് ഈശോ വരുന്നു. മക്കളെ, ഈശോ വരുന്നു, ഈശോ വരുന്നു. രാജാവായി യേശു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയാ. ആ സ്വർഗീയ രാജാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. നമുക്ക് ആ ദൈവ സാന്നിധ്യത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന.
സ്വരമുയർത്തി. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, എല്ലാവരും ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ശക്തിയോടെ ആരാധന 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 ആരാധന. സ്വരമുയർത്തി. ആരാധന 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 ദൈവമേ ആരാധന 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 ആരാധന. ശക്തിയോടെ പാടി സഹനം കൊടുത്ത് പ്രാർത്ഥിച്ച്, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച്, കണ്ണുനീരൊടുക്കി പ്രാർത്ഥിച്ച്. അവൻ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നു, നമുക്ക് വേണ്ടി വേദനിക്കേണ്ടി വന്നു. മുട്ടുമേലായിരുന്നേ കരം വിരിച്ചു പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് ജീവൻ തരണേ, ജീവൻ തരണേ, ആത്മാവിനെ തരണേ. ആത്മാവിലുള്ള അഭിഷേകത്തില്, ആത്മാവിന്റെ നിറവില് ദൈവത്തെ ആരാധിക്കുവാൻ ഈശോയെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരം പോലെ ഇരിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. നീ ഒന്നുകിൽ ചൂടോ തണുപ്പോ ആകാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. നീ ഒന്നുകിൽ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നുണ്ട്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന, എല്ലാവരും അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന. ആരാധന 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 അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ശക്തിയോടെ ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന. കരമടിച്ച് പാടാം. കരങ്ങളടിച്ച് എല്ലാവരും കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും ശക്തിയോടെ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു. അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് പാടാം. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന, ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന, ജീവന്റെ നാഥൻ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ജീവന്റെ നാഥൻ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ജീവന്റെ നാഥൻ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ജീവന്റെ നാഥൻ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന അങ്ങേക്കാരാധന, 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 ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, നന്നായിട്ട് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യാവത്തിന്റെ മേൽ, ആഗ്രഹങ്ങളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അരൂപിയിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരൂപിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ അപ്പസ്തോലന്മാരിൽ ഇറങ്ങിയതുപോലെ, ആ മാളികമുറിയിലേക്ക് ഇറങ്ങിയതുപോലെ അവർക്ക് ഭാഷണപരം അനുസരിച്ച് സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഷ കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങൾക്കും ഭാഷാപരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. വിവിധ ഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ചു എന്ന വചനം പറയുന്നു. അഗ്നിനാവുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വന്നു നിൽക്കുന്നതായി പരസ്പരം കണ്ടു. ദൈവാനുഗ്രഹം ഇറങ്ങി വരിക. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാരൂപി നിറഞ്ഞു കഴിഞ്ഞാൽ, സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ, ദൈവശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് അവിടെ ഉപവേഷണനാവുകയാണ്. സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഉപവേഷണം. അതാണ് നന്നായിട്ട് സ്തുതിക്കാൻ പറയുന്നത്. ആരെല്ലാം സ്തുതിക്കുന്നുണ്ടോ ആ സ്തുതിപ്പിൻ്റെ സിംഹാസനം തീരുക. സ്തുതിപ്പിലൂടെ ഒരു സിംഹാസനം ഉണ്ടാവുകയാണ്. ആ സ്തുതിയുടെ സിംഹാസനത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ആ നിങ്ങൾ സ്തുതിക്കുന്ന നിങ്ങളുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഉപവേഷണനായിരുന്നു കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ആദിമസഭയിൽ വ്യാപരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നാളെ ആഘോഷിക്കുക. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഇന്നും, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നാളെയോ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ആ വലിയൊരു അഭിഷേകം, ആ വലിയൊരു സാന്നിധ്യം, ആ ഒരു വലിയ ശക്തി, പെന്തക്കോസ്തായുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണേ ഈശോയെ. ആ ശക്തിയാൽ അപ്പസ്തോലന്മാർ നയിക്കപ്പെട്ടതുപോലെ ഞങ്ങളും ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങളുടെ പാപങ്ങളെ കണക്കിലെടുക്കാതെ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. കരങ്ങളൊന്ന് ഉയർത്തി വിശ്വാസത്തോടെ ഒരു 20-30 പേര് കേൾക്കുന്ന ശബ്ദത്തിലോ ദൈവമായ കർത്താവിനെ ആദിമസഭ സ്തുതിച്ചതുപോലെ വലിയൊരു ആരവം ഉണ്ടായി എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്ന. കാരണം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് നന്നായിട്ട് സ്തുതിച്ച് കെട്ടഴിയട്ടെ. നാവിന്റെ കെട്ടിലഴിയട്ടെ. ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി പരസ്പരം കണ്ടുകൊണ്ട്, വിശ്വാസത്തിന്റെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവം നമ്മോട് കാണിച്ച അനന്തമായ കാരുണ്യമാണ് അവന്റെ ഹൃദയം, യേശുവിന്റെ ഹൃദയം. ആ ഹൃദയത്തിലെ അവസാനത്തെ തുള്ളി രക്തം പോലെ നമുക്ക് നൽകിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയോട്, പരിശുദ്ധ കുർബാനയോട് നമ്മെ ചേർത്ത് വെച്ചത് അവിടുത്തെ അവസാനത്തെ തുള്ളി രക്തമാണ്. ആ സ്നേഹത്തോട് നമുക്ക് ചേർന്നതുകൊണ്ട് സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച മിശിഹായുടെ ആ സ്നേഹത്തോട് ചേർന്നതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കരമുയർത്തി വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട്, അഭിഷേകത്തോടെ വിളിച്ചുകൊണ്ട്, ആത്മാവിൽ നിറഞ്ഞു വിളിച്ചുകൊണ്ട് കരമടിച്ചു പാടാം.
കരമടിച്ച് അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വരമുയർത്തി അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നന്നായിട്ട് കരമടിച്ച് എല്ലാവരും ഒരേപോലെ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും എല്ലാവരും വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ 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 അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കരങ്ങളടിച്ച് എല്ലാവരും ആരാധിക്കുന്നു കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവരും അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഇവർ ചെയ്തതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചങ്കിൽ തൊഴുകിയ അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചികതയും അടിമത്തത്തിൽ നിന്ന് 2000 വർഷം അപ്പുറം കാൽവരിയുടെ നെറുകയില് അവന്റെ വിലാപ്പുറത്തൊഴുകിയ ദൈവിക രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത മിശിഹായെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? മുട്ടുമേലായിരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. ആ ഹൃദയത്തിലെ സ്നേഹം മുഴുവൻ നമുക്ക് തരുന്ന സമയം. വിശ്വാസത്തോടെ ചങ്കോളം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കുക. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ചങ്കു തുറന്ന് വിളിച്ച്, മക്കളെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്. അന്ധനായ ബർത്തമ്യൂസ് വിളിച്ചതുപോലെ കുഷ്ഠരോഗി ഈശോയോട് ചോദിച്ചില്ലേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കാവോ എന്ന് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈ വന്നിരിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിച്ച മക്കളെ, മനസ്സുള്ളൊരു ദൈവം, സുഖപ്പെടുത്തുവാൻ സന്നദ്ധനായ ഒരു ദൈവം, ആ ദൈവത്തെ വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, പോരാ പോരാ പോരാ, വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് വിളിച്ച്, തിരുഹൃദയത്തിലെ ആ ദൈവസ്നേഹത്തെ ഒന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, അമ്മ വിളിച്ച പോലെ വിളിച്ച്, അമ്മ വിളിച്ച പോലെ വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, പരിശുദ്ധ കന്യാമറിയം വിളിച്ചതുപോലെ ആ ഹൃദയത്തില് അമ്മ ഈശോയെ സ്വീകരിച്ചതുപോലെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ആ ഹൃദയത്തിൽ നിന്നുകൊണ്ട്, ആ ഹൃദയത്തിലായിരുന്നു കൊണ്ട് നമുക്കും വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. ആത്മാവിൽ നിറഞ്ഞു വിളിക്കാം. വിശുദ്ധിയിൽ നിറഞ്ഞു വിളിക്കാം. വിശുദ്ധിയോടെ വിളിച്ചു പ്രാർത്ഥിക്കാം. ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി പറയാം. ഒരു സാക്ഷിയുണ്ട്. ഞാൻ ഈ നിയോഗം എഴുതി അറിയിക്കുന്നത്, എൻ്റെ സഹോദരിയുടെ മകൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ എഴുത്തു പരീക്ഷയും കഴിഞ്ഞ് മെഡിക്കലിന് വേണ്ടി 4 പ്രാവശ്യം പോയിട്ടും സാധിക്കാതെ വന്നു. അപ്പോൾ ഈ സമയത്ത് മാന്നാനത്ത് ആരാധനയിലും ശനിയാഴ്ച നൊവേനയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ മകന് സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്നു. സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം.
ധ്യാനത്തിലേക്ക് ആളുകൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ ധ്യാനത്തിലേക്ക് ആളുകളെ പറഞ്ഞു വിടാനും, അതുപോലെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിലും ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ആ കൊണ്ടുവരുമ്പോൾ അനേകരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം കൃപ നൽകുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായേ. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായേ. വഴികളിലെല്ലാം വൈഡൂര്യമണികളാൽ തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി